ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രജനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഒരു കുടുംബജീവിതം തകരാറിലാകുന്നത്, ഒരുപാട് സ്നേഹമുള്ള ഭാര്യയും ഭർത്താവുമൊക്കെ എന്തുകൊണ്ടാണ് ഒരു ഡൈവേഴ്സിൻ്റെ വക്ക് വരെ എത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മിക്കവാറും ആൾക്കാർ പറയും, എനിക്കെൻ്റെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയും. അത് മാത്രമല്ല, പിരിയുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തത്? എന്നാൽ ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ എന്ന് പറയുമ്പോൾ അവർ പറയും, അത് പറ്റത്തില്ല, ഞങ്ങൾ തമ്മിൽ ഒരു വിധത്തിലും ഞങ്ങൾ അഡ്ജസ്റ്റ് ആവത്തില്ല, ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിലും ചേരത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓർക്കും, സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എന്തും അഡ്ജസ്റ്റ് ആകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റത്തില്ലേ എന്നൊക്കെ നമ്മൾ പുറത്തു നിന്ന് ചിന്തിക്കും. പക്ഷെ സ്നേഹമുണ്ട് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. വിവാഹ ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വിവാഹ ജീവിതം നല്ല രീതിയിലാകണമെങ്കിൽ അവിടെ സ്നേഹത്തിനേക്കാൾ കുറച്ച് ബുദ്ധി വേണം, വിവേകം വേണം. ഒരാളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. കാരണം ഒരു പുരുഷൻ എങ്ങനെ ചിന്തിക്കും, ഒരു സ്ത്രീ എങ്ങനെ ചിന്തിക്കും എന്ന് രണ്ട് കൂട്ടരും പഠിക്കാൻ ശ്രമിക്കണം. അത് മാത്രമല്ലാതെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് എന്നുള്ള ബോധം വേണം. ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നത്, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ എന്ത് പറഞ്ഞാലും ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്ന് വെറുതെ പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. നിങ്ങളല്ലല്ലോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ മിക്കവാറും പുരുഷന്മാർ ചോദിക്കണം, ഇവൾക്കിവിടെ എന്തിൻ്റെ കുറവാണ്? ശരിയാണ്, അവരവരുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ചില ഇമോഷണൽ നീഡ് അവിടെ സാറ്റിസ്ഫൈ ആകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് അവെയറല്ല പുരുഷൻ എന്നുള്ളതാണ്. കാരണം അവൾക്ക് ചില ചെറിയ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ മഞ്ജു വാര്യർ പറയും, നാളെ എന്ത് കറി വെക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചത് മക്കൾക്ക് നാളെ എന്തുണ്ടാക്കി കൊടുക്കും, അവരെ സ്കൂളിൽ വിടുന്നതിന് മുമ്പ് എണ്ണീക്കണം, അല്ലെങ്കിൽ അവരുടെ യൂണിഫോം തേക്കണം, ഇതൊക്കെ അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമാണോ, അതാണോ രാജ്യം ഭരിക്കുന്നതെന്നൊക്കെ ചോദിച്ചാൽ അല്ല. രാജ്യം ഭരിക്കണമെങ്കിൽ ഇവിടെ അടുപ്പിൽ എന്ത് വേകണമെന്നനുസരിച്ചാണോ? അല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു അമ്മയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യമാണ് പ്രശ്നം. അപ്പോൾ ഈ രീതിയിൽ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് അവരുടെ ആ ഇമോഷണൽ നീഡിനോ, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു ചെറിയ കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യമായിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് സ്നേഹം ഒരാളുടെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും അവരിങ്ങനെയൊക്കെ അവരെ ഇൻസൾട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ സ്നേഹത്തിന് അർത്ഥമില്ല, ആ ഇൻസൾട്ട് അവരുടെ മനസ്സിൽ ബാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ പഠിക്കുക, ഒരാൾക്ക് എവിടെ വേദനിക്കുന്നു, ഒരാൾക്ക് എന്താണ് അയാളുടെ ജീവിതത്തിൽ അയാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്കൊരു ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ഒരാളെ പഠിക്കണോ, അല്ലെങ്കിൽ എല്ലാ കാര്യവും നമ്മൾ പഠിച്ചിട്ടാണ്, നമ്മൾ എൻജിനീയറിങ് പഠിച്ചിട്ടാണ് എൻജിനീയർ ആകുന്നത്, LLB പഠിച്ചിട്ടാണ് അഡ്വക്കേറ്റ് ആകുന്നത്, മെഡിസിൻ പഠിച്ചിട്ടാണ് ഡോക്ടർ ആകുന്നത്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ കല്യാണം മുതൽ പിന്നീട് നമ്മുടെ ഭാവിയിലെല്ലാം എല്ലാ കാര്യത്തിലും നമ്മുടെ പങ്കാളി നമ്മളോടൊപ്പമുള്ള ഒരാളാണ്. അപ്പോൾ അവരെ പഠിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ജീവിതത്തിൽ. അത് അത്യാവശ്യമാണ് നമ്മുടെ സ്വസ്ഥമായ കുടുംബ ജീവിതത്തിന് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിലൊക്കെ ഉപരിയായിട്ട് വേറൊരു കാര്യമുണ്ട്. പല ആൾക്കാരും പറയും, ഞാൻ പല ബിസിനസ് ചെയ്ത് നോക്കി, അത് സക്സസ് ആയില്ല, ഇത് സക്സസ് ആയില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിലേഷൻഷിപ്പ്, കുടുംബ ബന്ധങ്ങളാണെങ്കിലും സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും ഏതാണെങ്കിലും റിലേഷൻഷിപ്പ് നന്നായ ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ ഉയരങ്ങളിലെത്താനും സക്സസ്സിലെത്താനുമായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ പണ്ടൊക്കെ പറയത്തില്ലേ, ഒരു വിജയത്തിൻ്റെ പുറകിൽ ഒരു സ്ത്രീ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സ്ത്രീ എന്നൊന്നുമല്ല, റിലേഷൻഷിപ്പ് നന്നായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. ആ സന്തോഷമുള്ള മനസ്സിൽ നിന്ന് മാത്രമേ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകത്തുള്ളൂ. അവിടെ നിന്ന് മാത്രമേ നമുക്കൊരു സമ്പാദ്യം ഉണ്ടാകത്തുള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട്
നമ്മളുടെ പാർട്ട്ണറെ പഠിക്കാൻ നമ്മൾ ഇച്ചിരി സമയം എടുത്തതുകൊണ്ടോ അവരുടെ ഇമോഷണൽ നീഡിന് നമ്മൾ ഇച്ചിരി സമയം കൊടുക്കുകയോ ചെയ്തുകൊണ്ടോ ഒന്നും നമ്മുടെ അഭിമാനമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. മറിച്ച് നല്ല ശക്തമായ ഒരു ഊഷ്മളമായ ഒരു സ്നേഹമുള്ള ഒരു ദാമ്പത്യമാണ് നമുക്കവിടെ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ബൈ.